എങ്ങനെയാണ് ഈ മിത്രത്തിലേക്ക് വന്നത്? അതായത് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ജനസേവന കേന്ദ്രം എന്നുള്ള ആ ഒരു മേഖലയിലേക്ക് സാർ എങ്ങനെയാണ് വന്നത്? ആ സ്റ്റോറി, ആ ഇൻസ്പയറിംഗ് സ്റ്റോറി ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാനെ സംബന്ധിച്ചോളം ഒരു സാധാരണ ഒരു രീതിയിലായിരുന്നു. കാരണം ഒരു 9ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയിട്ട് തന്നെ ഞാൻ കൂലിത്തൊഴിൽ കാര്യങ്ങളിലായിട്ട് ഇറങ്ങിയൊരു വ്യക്തിയാണ്. അതായത് കൃഷിപ്പണി, പെയിൻറ്റിങ്, അങ്ങനെ പല തൊഴിലും ചെയ്തു. ഒരു 15 വർഷത്തോളം ഞാൻ ജോലി ചെയ്തു. അതിനുശേഷം കല്യാണമെല്ലാം കഴിച്ച് 2 വർഷം കഴിഞ്ഞിട്ടാണ് SLC എഴുതുന്നത്. അങ്ങനെ കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നു. ചെറിയ ബിസിനസ് ചെയ്യുന്നു. അതിൻ്റെ പരാജയം, അത് കുറേ നാട്ടിൽ ചെയ്ത ബിസിനസ്സുകൾ പലതും പരാജയമായിരുന്നു. അങ്ങനെ അത് കടബാധ്യത കാര്യങ്ങളാക്കി ഗൾഫിൽ പോകുന്നു. ഗൾഫിൽ പോയിട്ട് അവിടുന്ന് തിരിച്ചു വരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ആ തിരിച്ചു വന്നപ്പോഴാണ് നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ. കാരണം ഇപ്പം ഗൾഫിൽ സാധാരണ പണ്ടത്തെ രീതിയാണെങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു. കാരണം സാധാരണ ഇവിടെ ഒരു കൂലി പണിയെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഗൾഫിൽ പോയിട്ടെല്ലാം വന്ന ഒരു പ്രത്യേക വരുന്നു, കുറേ നാൾ ഇൻസൈഡും കാര്യങ്ങളെല്ലാം ആയിട്ട് വരുന്നു. ഒരു ഗൾഫുകാരനായിട്ട് വന്നിട്ട് പിന്നെ ഒരു സാധാരണ ഒരു പഴയ തൊഴിലോട്ട് പോകാൻ ഒരു മടിയുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് സംബന്ധിച്ച് നോക്കിയപ്പോഴാണ് ആ സമയത്താണ് എല്ലാ ഈ സംവിധാനങ്ങളും ഓൺലൈനിലോട്ട് വരുന്നത്. എന്നാലും അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി. അത് 2014 കാലഘട്ടത്തിലായിരുന്നു. ആ സമയത്തെ സംബന്ധിച്ചോളം ഒരു ബിസിനസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടികളിൽ ലക്ഷങ്ങളോ മുടക്കി ചെയ്യാനുള്ള ഒരു ആസ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിൻ്ററും കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഈ ജനസേവന കേന്ദ്രമാണെങ്കിൽ. അങ്ങനെ ഞാൻ അത് ചെയ്തു. അവിടെ എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ മിത്രം എന്ന ഇപ്പം 2400ഓളം സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം.